സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെറുപയർ കൊണ്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. മെഷറിംഗ് കപ്പിന് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് വെള്ളവും 1/4 കപ്പിൻ്റെ പകുതിയും കൂടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പയറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് 5 വിസിലടിച്ചിട്ട് എയർ സെറ്റിലാകുന്നിടം വരെ ഒന്ന് മാറ്റി വെച്ചിരുന്നു. ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പയറായതുകൊണ്ടാണ് 5 വിസിൽ വരെ വരുന്നിടം വരെ വേവിച്ചത്. നിങ്ങൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ 4 വിസിലിൻ്റെ ആവശ്യമേ കാണത്തുള്ളായിരിക്കും. വേവിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചോളണേ. പയറെ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ രീതിയിൽ അന്നേ ഒന്ന് പൊട്ടി കിട്ടുകയും വേണം, പക്ഷേ അത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. എന്നാൽ മാത്രമേ ഈ മെഴുക്ക് പുരട്ടി കൂട്ടാൻ ടേസ്റ്റ് കാണത്തുള്ളേ. ഇനി ഒരു ഇടികല്ലെടുത്ത് അതിലേക്ക് 2.5 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇടികല്ലില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലാണെങ്കിലും ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി പൊടിഞ്ഞു പോകാതെ നോക്കണമെന്നേ ഉള്ളൂ മിക്സിയിൽ ചെയ്യുമ്പോൾ. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി പൊടിഞ്ഞു പോകാതെ ചെറിയ തരികളായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ്. അത് തൊലിയൊന്നും കളയണമെന്നില്ല. അതിൻ്റെ അറ്റവും വാലും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലിയോടുകൂടി തന്നെ ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ചതഞ്ഞ് പോകാത്ത രീതിയിൽ എടുക്കണേ. ലാസ്റ്റ് ചതച്ച് കിട്ടുമ്പോൾ ഈ രീതിയിൽ എടുക്കണം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും കൂട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗവ് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ കുരുമുളകും വെളുത്തുള്ളിയും നമുക്ക് മൂത്ത് കിട്ടുമേ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടുമേ. ഈ രീതിയിലൊന്ന് കളർ മാറി കിട്ടുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഞാൻ ഈ പയറിനെ മഞ്ഞൾ ചേർക്കാതാണ് വേവിച്ചിരിക്കുന്നത്. ഞങ്ങൾ സാധാരണ ഈ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ഇതിനെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. നിങ്ങൾക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ നമ്മൾ പയറിട്ടിട്ട് ഉപ്പും എല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നിടം വരെ പാനിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഈ മെഴുക്ക് പുരട്ടി കഞ്ഞിക്കാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അച്ചാറോ പപ്പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ കൂട്ടി കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ മെഴുക്ക് പുരട്ടി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷുമാണിത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടൊന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.